അസ്സലാമലൈക്കും. എന്താണ് രാവിലെ തന്നെ നിങ്ങൾ ഈ എന്താ പറയാ വൃത്തിയാക്കാത്ത അടുക്കള കാണിച്ചിട്ട് വീഡിയോ തുടങ്ങുന്നത്? നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഇതെന്താണെന്നറിയാം, ഇതാണ് ആടുജീവിതം എഫക്റ്റ്. ഇന്നലെ രാത്രി നമുക്ക് ടെലഗ്രാമിൽ ആടുജീവിതം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് 10 മണി 9:30 ആയിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ 11:30 ആയിട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടി. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഏകദേശം ഒരു 3/4 മണിക്കൂറോട്ടോ അടുക്കളയിൽ തന്നെ ആയിരുന്നു കേട്ടോ, പാത്രം കഴുകലായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെറിയ അതിഥിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതല്ല, വലിയൊരു അതിഥിയാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു പൂച്ചക്കുട്ടിനെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്, കാരണം നന്നായിട്ട് രോമൊക്കെ കൊഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 1/4 മണിക്കൂറിന്റെ പരിശ്രമം കൊണ്ട് ഇതാ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ചോറും കറിയും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഉപ്പാനങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഉപ്പി ഒരു കൊടയിൽ എന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കട്ടക്കമ്പനീന്റെ അവിടെ നിന്നിട്ട് കുറച്ചു നേരം മഴ തോർന്നിട്ട് പോകാന്ന് വിചാരിച്ചു. പക്ഷെ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ വേഗം കിണലിലോട്ട് പോയി. അങ്ങനെ ഇതാ വെയിറ്റ് ഷെഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ ഇന്ന് പോയിട്ടേ ഇല്ല കേട്ടോ. നിങ്ങൾ അവിടേക്ക് എങ്ങനെയുണ്ടെന്ന്? മഴ നല്ല മഴയാണോ? ഇന്ന് ഇവിടെ 2 ദിവസം, അതായത് ശനിയും ഞായറും നല്ല തോർച്ച ഉണ്ടായിരുന്നു. തോർച്ച മാത്രമല്ല, നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നുണ്ടല്ലോ രാവിലെ അല്ല, രാത്രി തുടങ്ങിയതാണ്. രാവിലെ നീച്ചപ്പോൾ തന്നെ മുറ്റത്തൊക്കെ വെള്ളമുണ്ട്. അങ്ങനെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കോട്ടത്തറ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. നമ്മൾ ഫൈസിക്കുട്ടിനെ സ്കൂളിൽ വിട്ടു, ഫാദുക്കുട്ടിനെ അംഗനവാടിയിൽ വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. ഹോസ്പിറ്റലിലേക്ക് വെറുതെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ഉപ്പിത ബസ്സൊക്കെ കയറി ഇതാ കോട്ടത്തറ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. താഴ്ന്ന ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തു. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് ആയല്ലോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കണ്ണിൽ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് വരാണ്. കുട്ടീനെ കൊണ്ടുവരണമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 3 മണിയാകുമ്പോഴത്തേക്കും അംഗനവാടി വിടുമ്പോഴത്തേക്കും എത്തോ ഇല്ലേന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ. പക്ഷെ ഇന്ന് ലീവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാദുക്കുട്ടിനെ കൊണ്ടുവന്നോളും. അതുകൊണ്ട് പിന്നെ ഫാദുക്കുട്ടിനെയും അംഗനവാടിയിൽ വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അങ്ങനെ ഇതാ കണ്ണും കാര്യങ്ങളൊക്കെ ഡോക്ടർ ടെസ്റ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, പഴുപ്പും കാര്യങ്ങളൊന്നുമില്ല. നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡസ്റ്റ് ആവാതിരിക്കാനൊക്കെ കണ്ണാടി പുറത്തു പോകുമ്പോഴൊക്കെ എപ്പോഴും വെക്കാനും അതുപോലെ തന്നെ തുള്ളിമരുന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി 1 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ നേരെ ഹോട്ടൽ ക്യാൻറ്റീനിൽ പോയി അവിടുന്ന് ഇതാ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ചിക്കനൊന്നും അധികം വേവാത്ത പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ഒരു മധുരമുള്ള സാധനം കണ്ടപ്പോൾ അതും കൂടി വാങ്ങി തന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിച്ചതാ നമ്മൾ നേരെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട്. കുട എടുക്കാൻ മടിയായിട്ട് ഇങ്ങനെ ചെറിയ മഴച്ചാലൊക്കെ കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറി നമ്മൾ വന്നു. ഇനി ഇപ്പൊ കൽക്കണ്ടി ഇറങ്ങുകയാണ്. ഇപ്പാടെ അവിടെ കോഴികൾ ഉണ്ട് കേട്ടോ, കുറച്ച് ഒരു 9 കോഴികളുണ്ട്. അപ്പൊ അതിറ്റോളം അവിടെ ഇട്ടിട്ട് ഇപ്പാക്ക് വരാൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇന്റെ കോഴികൾ ഒറ്റക്കാണ് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ തീറ്റയൊക്കെ കൊടുക്കും കേട്ടോ, മഴയൊക്കെ കൊടുക്കും. പക്ഷെ എന്നാലും ഇപ്പാക്കൊരു എന്താ പറയാ ആയിട്ടുള്ള കാണായിട്ടൊരിത്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നാളെ വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്തായാലും ഇനി വീട്ടിൽ തന്നെ വാ, എന്നാലും ഇനി ഒരു 1 വീക്കും കൂടി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുള്ളിമരുന്നൊക്കെ 1 മണിക്കൂർ ഇടവിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും അമ്മേന്റെ അവിടേക്ക് പോകണല്ലോ. കാരണം ഒറ്റക്ക് ഒഴിക്കാൻ പറ്റൂലല്ലോ, നമുക്ക് കണ്ണിലല്ലേ, കണ്ണിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും കണ്ണടഞ്ഞു പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ മൂപ്പര് കേട്ടില്ല. എന്നിട്ട് മൂപ്പര് കള്ളമല ഇറങ്ങി. ഞാൻ നേരെ കനാലിലോടേക്ക് വന്നു കേട്ടോ. ഈ ഒരു സ്ഥലം ഏതാന്ന് നിങ്ങൾക്ക് അറിയാം. ഇതാണ് നമ്മളെ അയ്യപ്പനും കോശിയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു സ്പേസ് ആണ്. ഫൈറ്റ് സീനൊക്കെ അല്ലേ, എന്താ പറയാ JCB ഒക്കെ വന്നിട്ട് പൊളിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് ആണ് കേട്ടത്. കാവണ്ടിക്കല്ല് എന്ന് പറയും. ഇവിടെ നിന്നാണ് നമ്മൾ കുറെ ദിവസം മുന്നേ തിരിച്ചു വരുന്ന സമയത്ത് മഴവിലിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. അത് ഇവിടെ ആയിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ മഴയും കോടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ അധികം ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൈഡിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ. അതുകൊണ്ട് നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല, എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ കൽക്കണ്ടി ഇറങ്ങി. പിന്നെ ഇത് നമ്മൾ അട്ടപ്പാടി ചുരമാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നോക്കാൻ ശരിക്കും ഒരു 6 മണിയൊക്കെ ആയ പോലെ അല്ലേ. പക്ഷെ 2:30 കഴിഞ്ഞ് 3 മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നിറച്ച് മരങ്ങളും പിന്നെ മഴയും കോടയും എല്ലാം കൂടി ആയപ്പോൾ ശരിക്കും ഇരുട്ട് പോലെ ഉണ്ടായിരുന്നു. ബസ്സിൽ നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പഴയ പാട്ടുകളും നല്ല വൈബായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ബസ്സിൽ അധികം ഒറ്റയ്ക്ക് പോവാറില്ല, കാരണം എപ്പോൾ പോകുമ്പോൾ മക്കളുണ്ടാവും. പിന്നെ പൊതുവെ നമ്മൾ ബസ്സിൽ പോവാറില്ല. എങ്ങനെയും പോവുകയാണെങ്കിൽ തന്നെ ആവശ്യത്തിന് ഇക്കാൻ്റെ കൂടെയാണ് പോവുക. ഇനിയിപ്പോൾ അട്ടപ്പാടിയിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ തന്നെ മക്കളുണ്ടാവും കൂടെ, അല്ലെങ്കിൽ ഓട്ടോയിലായിരിക്കും വരിക, അല്ലെങ്കിൽ ഇക്ക കൊണ്ടാക്കിയായിരിക്കും ചെയ്യുക. അങ്ങനെ ബസ്സിൽ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കല്യാണശേഷം പോയിട്ടേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് സൈഡ് സീറ്റിൽ ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് പഴയ പാട്ടൊക്കെ കേട്ടിങ്ങനെ വരാൻ നല്ല രസമായിരുന്നു കേട്ടോ. മരങ്ങളൊക്കെ കുറെ ഒടിഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ. 2 ദിവസം മുന്നേ ചുരമൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 മരങ്ങളൊക്കെ വീണിട്ട്. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ അധികം ക്ലാരിറ്റി ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ കുറെ നീട്ടി വലിച്ച് എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.